ദേശീയ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിനുള്ള കേരള ടീം ട്രെയിൻ കിട്ടാതെ എറണാകുളം സ്റ്റേഷനിൽ തുടരുന്നു എന്നതാണ് മറ്റൊരു ദുര്യോഗം. ജൂനിയർ സീനിയർ വിഭാഗത്തിലുള്ള കുട്ടികളുടെ യാത്രയാണ് അനിശ്ചിതത്വത്തിലായത്. സ്നേഹയാണ് വിവരങ്ങളുമായി ചേരുന്നത്. സ്നേഹ, ദേശീയ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിലുള്ള കേരള ടീം ട്രെയിൻ കിട്ടാതെ ഉഴലുന്നു എന്ന് പറയുമ്പോൾ ആരുടെ ഭാഗത്താണ് പിഴവ്? ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ കുട്ടികളെ മഴ നനച്ചുകൊണ്ട് ഏറെ നേരം നടത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമൊക്കെയാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചെങ്കിൽ ഇതാ കുട്ടികൾ ട്രെയിൻ കിട്ടാതെ കാത്തു നിൽക്കുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? 17-ാം തീയതി മധ്യപ്രദേശിലെ നർമ്മദാപുരത്ത് വെച്ച് നടക്കാനിരിക്കുന്ന ദേശീയ സ്കൂൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനിരിക്കുന്ന 20ഓളം കുട്ടികളാണ് ഇപ്പോൾ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ കുടുങ്ങിക്കിടക്കുന്നത്. 1:30-ക്ക് പോകാനുള്ള ട്രെയിനിലായിരുന്നു ഇവരുടെ യാത്ര. പക്ഷേ ഇതുവരെയും ടിക്കറ്റുകളൊന്നും കൺഫേം ആയിട്ടില്ല. ആകെ 2 ടിക്കറ്റുകൾ മാത്രമാണ് കൺഫേം ആയിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം എന്നറിയാത്ത ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ. ഇവിടെ വന്നപ്പോഴാണ് ലാസ്റ്റ് ഇത് ഒരു പേപ്പർ കാണിച്ചപ്പോൾ പറഞ്ഞു ടിക്കറ്റില്ല, 2 മാത്രമേ കൺഫേം ആയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ പറഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയത്. പിന്നെ ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തു. ഞങ്ങൾ പറഞ്ഞ് കയറുന്നില്ല, AC ആയതുകൊണ്ട് അതിനെ സമ്മതിക്കത്തില്ല എന്നറിയാം TT. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലേ? ഫോണിൽ കൂടെ ആരെയും ബന്ധപ്പെടാൻ ശ്രമിച്ചില്ല? ഇല്ല, ആരും ഫോൺ എടുക്കുന്നില്ല, അങ്ങനെ പറയുന്നേ ഉള്ളൂ. വെയിറ്റ് നോക്കാമെന്നൊക്കെ പറയത്തുള്ളൂ. അപ്പോൾ 2 ദിവസം വേണ്ടി വരുമല്ലേ നിങ്ങളുടെ യാത്രയ്ക്ക്? അതെ. എത്ര ദിവസത്തെ പ്രാക്ടീസ് ആയിരുന്നു ഇതിന് മുന്നേ ഒക്കെ? ഞങ്ങൾ എങ്ങനെ എണ്ണാനൊന്നും പറ്റില്ല. ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുവാണ്, ഞങ്ങൾ ചെയ്യണം. അല്ലാതെ തന്നെ കുറേ ക്യാമ്പൊക്കെ ഉണ്ട്, പിന്നെ ടൂർണമെൻ്റ് ഉണ്ട്. ഞങ്ങൾ നാഷണൽസ് പ്ലെയേഴ്സൊക്കെയാണ്. അപ്പോൾ അങ്ങനെ കളിച്ച് നിൽക്കുക. അപ്പോൾ ഇത് സ്കൂൾസിൻ്റെ ആയിട്ട് ഞങ്ങൾ കുറേ പേരെ തോപ്പിച്ചും നിൽക്കുകയാണ്. അപ്പോൾ ഒരു ലീഗ് പോലെ തന്നെ 9 പേരുമായിട്ട് ലീഗ് കളിക്കണം. എന്നുവെച്ചാൽ ഒരാളെ കളിച്ചിട്ട് തന്നെ അങ്ങനെ അവരെ തോപ്പിച്ച് അങ്ങനെ പോകണം. അങ്ങനെ പോയിന്റ് നമുക്ക് ഇങ്ങനെ കിട്ടി നമ്മൾ കയറുന്ന 5 പേരെ സെലക്ട് ചെയ്യും. അങ്ങനെ സെലക്ട് ചെയ്താണ് 20 പേര്, ജൂനിയറും സീനിയറും. അങ്ങനെ വലിയ ആവേശത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ദേശീയ തലത്തിൽ മത്സരിക്കാൻ എത്തിയതായിരുന്നു ഈ കുട്ടികൾ. ഇവിടെ ടിക്കറ്റ് കൺഫേം ആണ് വന്നോളാനാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഇവിടെ ഒരു 10 കിലോമീറ്റർ അടുത്ത് തന്നെയാണ്. ഇവരൊക്കെ പത്തനംതിട്ട, തിരുവനന്തപുരത്തു നിന്നൊക്കെ വന്നവരാണ്. ഇവിടെ അവിടുന്ന് രാവിലെ ഇറങ്ങിയിട്ട് ഇവിടെ ഈ 12 മണിക്കുള്ളിൽ എല്ലാവരും ഇവിടെ എത്തി. ഇനിയുണ്ട് കുട്ടികൾ. കോഴിക്കോടൊന്നും കയറാനുണ്ട്, തൃശ്ശൂരുണ്ട്, ആലുവയുണ്ടായിരുന്നു. ഞങ്ങൾ കയറാത്തതുകൊണ്ട് അവരും കയറിയിട്ടില്ലെന്നാ ഇതുവരെ. ഈ 2 ടിക്കറ്റ് കൺഫേം ആയെടുത്തുനിന്ന് നമ്മൾ ഇത്രയും പേര് കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൽ കയറി കഴിഞ്ഞാൽ ആരും റിസർവ് ചെയ്തവരാരും മാറി തരത്തില്ല. 10 പെൺകുട്ടികളെ നമ്മൾ എന്ത് സേഫായിട്ട് നമ്മൾ വിടും ഇതിനകത്ത്? നമ്മളൊക്കെ ആദ്യമായിട്ട് പോകുന്നവരുണ്ട്, 2ാമത്തെ 3ാമത്തെ പ്രാവശ്യം പോകുന്നുണ്ട്. നേരത്തെ പോയപ്പോഴും പല പ്രശ്നങ്ങൾ ഇതുപോലെ അവർക്ക് ഇത് തന്നെയാണ്. അക്കോമഡേഷൻ ഫെസിലിറ്റിയും ബാത്റൂം ഫെസിലിറ്റീസും ഒക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. 5 ഉള്ളായിരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 5 ടിക്കറ്റിലാണ് ഈ 10 കുട്ടികളും ഒരു കോച്ച്, ഒരു മാനേജർ, ഒരു ലേഡി മാനേജർ എല്ലാവരും പോയത്. ഇനിയിപ്പോൾ ആകെ 2 ദിവസം കൂടെയല്ലേ ഉള്ളൂ. എന്താണ് നമ്മുടെ മുന്നിലുള്ള ഒരു പരിഹാരം? നിങ്ങൾ ഇതുവരെ നമുക്ക് ഒരു തീരുമാനവും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. അത്രയും അനുകൂലമായൊരു സമീപനം കുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടായില്ല എന്നത് കഷ്ടമാണ്. സ്നേഹയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അവരുടെ പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടത്. സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന ടീമിനാണ് ഈ ദുര്യോഗം, ദുസ്ഥിതി ഉണ്ടായത്.